ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാത മന്നയുമായിട്ട് ദൈവകുഞ്ഞുങ്ങളോടൊപ്പമായിരിക്കാൻ കൃപ തന്ന സ്വർഗത്തിലെ പിതാവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തില് വിശുദ്ധ വചനത്തിൽ നിന്ന് മന്നയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമാണ്. ആവർത്തനം 28-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കുന്ന ദൈവവ്യവസ്ഥ, അതാണ് ഇന്നത്തെ വിഷയം. ദൈവത്തിന് എല്ലാത്തിനും വ്യവസ്ഥയുണ്ട്. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണമുള്ള വ്യവസ്ഥയാണ് അവിടുന്ന് തന്നിരിക്കുന്നതായ കൽപ്പനകൾ. അതിൽ എല്ലാം അനുസരിക്കുവാൻ തക്കവണ്ണം തന്നിരിക്കുകയാണ്. അനുസരണത്തിലൂടെയാണ് അനുഗ്രഹം എന്ന് പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായം മോശ ഇസ്രായേൽ മക്കൾക്ക് നൽകി കൊടുത്തിരിക്കുന്നത്. അതിലെ എല്ലാ വചനങ്ങളും അനുഗ്രഹ വചനങ്ങളാണ്. അനുസരിക്കുന്നവർക്ക് അനുഗ്രഹ വചനങ്ങളായിട്ട് നൽകി തന്നിരിക്കുകയാണ്. സകല ഈ ഭൂമിയില് സർവ്വജാതികൾക്കും മീതെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ നൽകി തന്നിരിക്കുന്നതായ ദൈവത്തിന്റെ വചനങ്ങൾ, അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ കൽപ്പനയുടെ പ്രാധാന്യം എന്താണെന്ന് ദാവീദ് രാജാവ് ദർശനത്തിൽ എഴുതിയതാണ് 119-ാം സങ്കീർത്തനം. അതിന് 22 ഭാഗങ്ങളായിട്ട് നാം പഠിക്കുമ്പോൾ ഓരോ ഭാഗവും ഓരോ അനുഗ്രഹം നൽകി തന്നിരിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ ഈ ഉന്നതമാക്കുന്ന ദൈവത്തിന്റെ, സകല ജാതികളിലും ഉന്നതമാക്കുന്ന ദൈവത്തിന്റെ പദ്ധതി അവിടുത്തെ കൽപ്പനയുടെ അനുസരണമാണ്. അവിടുത്തെ കൃപയിലുള്ള ആശ്രയവും ദൈവകൽപ്പനയിലുള്ള അനുസരണവുമാണെന്ന് ഇന്നത്തെ മന്നയിലൂടെ നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ആഴത്തിലായിരിക്കണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗത്തില് ഭൂമിയിലും മനുഷ്യർക്ക് എന്നെന്നും ജീവിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹമേറിയ പദ്ധതിയുടെ ഭാഗമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ആ പദ്ധതി എത്ര വിലയേറിയതാണ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. എൻ്റെ പിതാവിനെ ഞാൻ എങ്ങനെ അനുസരിച്ചോ അതുപോലെ നിങ്ങളും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. ഇന്ന് ദൈവത്തിന്റെ കൽപ്പനയാണ് മനുഷ്യർക്ക് പിശാച് മനുഷ്യരിലൂടെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. പിശാചിന് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരെയും അനുസരിക്കാതിരിക്കുവാനുമാണ് എല്ലാ കാലത്തും അവൻ ശ്രമിച്ചത് എന്ന് കർത്താവിനെ പരീക്ഷിച്ച 3 പരീക്ഷണങ്ങളിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഏദൻ തോട്ടത്തില് ദൈവത്തിന്റെ കൽപ്പനയുടെ അനുസരണക്കേട് നമ്മൾ കാണുകയാണ്. ആദിമ മാതാപിതാക്കള് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരുന്നത് കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പാഠമായിട്ട് ദൃഷ്ടാന്തമായിട്ടും നൽകി തന്നിരിക്കുകയാണ്. ഓരോ കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ വിശുദ്ധന്മാരാകുവാൻ തക്കവണ്ണം, ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ജനമായിരിക്കാൻ തക്കവണ്ണം, സകല ജാതികളിലും ഉന്നതമായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠമേറിയ അനുഗ്രഹ വചനങ്ങളാണ് അവിടുത്തെ കൽപ്പനകൾ. ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹവും ബഹുമാനവും, മനുഷ്യരുടെ ഇടയിൽ നാം എങ്ങനെ ജീവിക്കണം, എപ്രകാരമായിരിക്കണം എന്നെല്ലാം അവിടെ നമുക്ക് നൽകി തരുമ്പോൾ ഇവിടെ 2-ാം വാക്യം പറയുന്നത്, ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. എവിടെയെല്ലാമാണ് അനുഗ്രഹം എന്ന് പറഞ്ഞേക്കുന്നത്? പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഇപ്പൊ സമൂഹത്തില്, സോഷ്യൽ ലൈഫില് നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന നാം ശ്രദ്ധയോടെ അനുസരിക്കുന്നവരായിരിക്കണം. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കൃഷി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന തൊഴില് നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ തൊഴിൽ ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ തൊഴിലാളികൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ജീവിതോപാധികൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കണം. അവിടുത്തെ വചനത്തിന് മുഖ്യസ്ഥാനം കൊടുക്കണം. കൽപ്പനകൾ നാം കർത്താവ് നമുക്ക് കാണിച്ചു തന്നതുപോലെ അനുസരിക്കുകയും വേണം. പിന്നെ മാത്രമല്ല, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. ഗർഭഫലം എന്ന് പറയുന്നത് നമ്മുടെ മക്കള്.
നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം, നമ്മുടെ വേലക്കാരനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം, നമ്മുടെ കന്നുകാലികൾ വർദ്ധിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഇതെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ നമുക്കായിരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് ദൈവത്തോടുള്ള പ്രതിബദ്ധതയിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് പിന്നീട് സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ നടത്തുന്നതെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ദാവീദ് പറയുന്നത്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിലൂടെ ഞാൻ എല്ലാവരെക്കാളും ബുദ്ധിയുള്ളവനായി തീർന്നുവെന്നാണ് പറയുന്നത്. പാപത്തിൻ്റെ വഴി വിട്ടുകളയുവാൻ തക്കവണ്ണം ഇടയായി എന്നാണ് പറയുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനയുടെ ആഴങ്ങൾ അറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൽപ്പനയുടെ ആഴങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് അനുസരിക്കുവാൻ തക്കവണ്ണം, ഏറ്റെടുക്കുവാൻ, അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതാരും നമ്മളെ ഭാരമായിട്ടല്ല, ദൈവത്തിൻ്റെ കൃപയോടുകൂടി, അവിടുത്തെ സഹായത്തോടുകൂടി, അവിടുത്തെ ആശ്രയത്തോടുകൂടി, അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി നാം ആ കൽപ്പനകളുടെ വഴിയിൽ ഓടുന്ന ഒരു അനുഭവം, അതാണ് അനുസരണം. കൽപ്പനകളുടെ വഴിയിൽ ഓടുന്ന ഒരു ഒരിക്കല് ഒരു മനുഷ്യൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. എൻ്റെ പഠനകാലത്ത് നടന്ന ഒരു സംഭവമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഈ കൽപ്പനകൾ എന്തിനാ അനുസരിക്കുന്നത്? ഒരു കൽപ്പന അനുസരിക്കാൻ ആരെയെ കൊണ്ട് പറ്റും? ഒരു ചോദ്യം വന്നു. എൻ്റെ ഉത്തരം ഇതായിരുന്നു: കൽപ്പനയെന്ന് പറയുന്നത് നമുക്ക് പുഴ ഒഴുകുമ്പോഴേ അതിൻ്റെ തീരം ഉണ്ടല്ലോ, തീരം, രണ്ട് തീരങ്ങൾ, നല്ല തീരമുള്ളിടത്ത് ആണെങ്കിൽ, നല്ല തീരമുള്ള സ്ഥലമാണെങ്കിൽ പുഴയ്ക്ക് ആഴവും കൂടുതലാണ്. അതുപോലെ കൊക്കയുള്ള സ്ഥലത്ത് കൈവരി വെച്ചേക്കുന്ന എന്തിനാണെന്നറിയാമോ? അതിരാണ്. കൈവരി കഴിഞ്ഞു പോയാൽ നമ്മളെന്ത് ചെയ്യും? ആപത്തിൽപ്പെടും. ഇതുപോലെയാണ് കൽപ്പന നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. നമ്മളെ കരുതുവാൻ, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, ഈ ഭൂമിയിൽ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ തന്നിരിക്കുന്നതായ, ദൈവത്തെക്കുറിച്ചുള്ള ആഴങ്ങൾ അറിഞ്ഞ് നാം ജീവിക്കുവാൻ തന്നിരിക്കുന്നതായ, മനുഷ്യനെ അറിഞ്ഞ് നാം ജീവിക്കുവാൻ തന്നിരിക്കുന്നതായ ഒരു വലിയ പദ്ധതിയാണ് ഈ കൽപ്പനയെന്ന് പറയുന്നത്. അതുകൊണ്ട് കൽപ്പനയുടെ വഴിയിൽ നടക്കുവാൻ, കർത്താവിലുള്ള ആശ്രയം, കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിലൂടെ പിതാവിനെ പ്രസാദിപ്പിക്കുക. അല്ലെങ്കിൽ നാം പിതാവിനെ കണ്ടിട്ടില്ല, കർത്താവാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവ് എങ്ങനെയാണോ എൻ്റെ പിതാവിനെ അനുസരിച്ചത്, അതുപോലെ അവിടുത്തെ കൽപ്പനയുടെ വഴിയിൽ ഓടി നമ്മൾ ഉന്നതമായ ലക്ഷ്യത്തിലെത്തുവാൻ കർത്താവ് ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ നമുക്ക് നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഈ വചനപ്രകാരം ആഴമായി ഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ. ദൈവം നല്ലൊരു അനുഗ്രഹമേറിയ വചനത്തിൻ്റെ ആഴങ്ങൾ അറിയുവാൻ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹമേറിയ അവിടുത്തെ വചനത്തിൻ്റെ വികാസനം മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങളെ ശ്രേഷ്ഠരാക്കാമെന്ന വാഗ്ദത്തം തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമേറിയ വചനത്തിൻ്റെ ആഴങ്ങൾ അറിയുവാൻ, അത് ഗ്രഹിക്കുവാൻ, ശ്രദ്ധയോടെ അത് പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അറിവ് കുറഞ്ഞവരാണ്, ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ തൊടണം കർത്താവേ. അതിൻ്റെ അർത്ഥങ്ങൾ അറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, അനേകം പേർക്ക് മനസ്സിലാകാത്ത ഈ കാര്യങ്ങൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികന്റെ സകല ഉപദ്രവങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ വേർതിരിച്ചെടുക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വഴി അവയിൽ നടക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഈ കാലങ്ങൾ വളരെ പ്രയാസമേറിയ കാലങ്ങളാണെന്ന് അടിയങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ വചനത്തിലുള്ള ശ്രദ്ധ അത് ഞങ്ങളെ സകല ആപത്തിൽ നിന്നും വിടുവിക്കുന്നതാകൊണ്ട് അത് ഗ്രഹിക്കുവാനും അത് ശ്രദ്ധയോടെ കേൾക്കുവാനും ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അടിയങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് ഈ പ്രഭാത ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തെരുമാറാകണമെന്ന് ഞങ്ങൾക്കായി വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ആമേൻ.